അമേരിക്കയിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികൾക്കെതിരെ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്ത് അമേരിക്കൻ വൈദികർ. പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി അമേരിക്കയിലെ വൈദികർ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ 7 മുതൽ ഓഗസ്റ്റ് 15 വരെ 40 ദിവസം നീണ്ടുനിൽക്കുന്ന പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനുമാണ് ഫാദർ ബിൽ പെക്മാൻ, ഫാദർ ജെയിംസ് ആൾട്ട്മാൻ, ഫാദർ റിച്ചാർഡ് ഹെയ്ൽമാൻ എന്നീ വൈദികരുടെ നേതൃത്വത്തിൽ ആഹ്വാനം നടത്തിയിരിക്കുന്നത്. US ഗ്രേസ് ഫോഴ്സ് എന്ന പ്രാർത്ഥനാ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഉപവാസത്തിനും മറ്റു പ്രാർത്ഥനാ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നത്. പ്രായശ്ചിത്തത്തിലൂടെയും ഉപവാസത്തിലൂടെയും പരോപകാര പ്രവർത്തികളിലൂടെയും തങ്ങളിൽ നിന്നും തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവകകളിൽ നിന്നും രൂപതകളിൽ നിന്നും രാജ്യത്തു നിന്നും തന്നെ പൈശാചിക ശക്തികളെ തുരത്തുന്നതിനു വേണ്ടിയുള്ള ദൈവിക ശക്തി ലഭിക്കാനായി നമ്മുടെ കർത്താവായ മിശിഹായുടെ സ്വരം ശ്രവിച്ചുകൊണ്ടാണ് മുന്നിട്ടിറങ്ങിയത് എന്ന് വൈദികർ ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. സ്വാതന്ത്ര്യം മണിമുഴക്കട്ടെ എന്ന പേരിലാണ് ആത്മീയ പോരാട്ടത്തിന് മുൻകൈയെടുത്ത് വൈദികർ രംഗത്ത് വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 15 വരെയുള്ള ദിനങ്ങളിൽ 3 വൈദികരും ആത്മീയ വിചിന്തനങ്ങൾ പങ്കുവയ്ക്കും. ഭൂതോച്ചാടന പ്രാർത്ഥനയും ശുശ്രൂഷകളുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാപപരിഹാര പ്രവർത്തികളും നടത്താൻ വിശ്വാസികൾ പരിശ്രമിക്കണമെന്ന് വൈദികർ ആഹ്വാനം ചെയ്തു. ജപമാല ചൊല്ലുക, ഭക്ഷണത്തിൽ നിയന്ത്രണം വയ്ക്കുക, മധുരപലഹാരങ്ങൾ ഉപേക്ഷിക്കുക തുടങ്ങിയവ പാപപരിഹാര പ്രവർത്തികളിൽ ഉൾപ്പെടുന്നു. തങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ആശങ്കപ്പെടാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള പരിശ്രമമായിരിക്കും ഈ 40 ദിവസം നടക്കുകയെന്ന് ഫാദർ ബിൽ പെക്മാൻ വിശദീകരിച്ചു. കോവിഡ് വ്യാപനത്തിന് പിറകെ ജോർജ് ഫ്ലോയ്ഡിന്റെ മരണം അമേരിക്കയ്ക്ക് നൽകിയ ആഘാതവും തുടർന്നുണ്ടായ ആക്രമണങ്ങളുമാണ് ഇങ്ങനെയൊരു പ്രാർത്ഥനാ ഉപവാസത്തിന് വൈദികരെ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. അമേരിക്കയിലെ ആക്രമണങ്ങളിൽ കത്തോലിക്ക സഭയിലെ നിരവധി പള്ളികളും രൂപങ്ങളും അക്രമികൾ തകർത്തിട്ടുണ്ട്. ഈയൊരു പശ്ചാത്തലവും വൈദികരെ ഉപവാസ പ്രാർത്ഥനാ യജ്ഞത്തിലേക്ക് നയിച്ചു എന്ന് വേണം കരുതാൻ.